കുത്തി കേറ്റുന്നേ വണ്ടി എടുത്ത് മാറ്റടാ പറയുന്നു നല്ല സീനറി ആണല്ലോ. അയാളെ വിടാൻ കിട്ടൂ. താനേതാ ഇവിടെ കണ്ടിട്ടില്ല മുമ്പ്? ഇതിനു മുമ്പ് ഇവിടെ ആരെയും കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കാണാത്ത. സൗകര്യം പോലെ അറിയിക്കാം, അമ്മായി വന്ന് കണ്ടാ മതി. നിലത്ത് നിക്കടിയ മണി മോളെ, നിന്റെ കത്തലടക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല, പിന്നെ വന്ന് കാണാം. ഇരുട്ടുന്നതിന് മുമ്പ് വണ്ടി കൊണ്ട് വീട് പറ്റാൻ നോക്കുമോളെ. എന്താടി, പല തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഊര് തെണ്ടാൻ ഇറങ്ങുമ്പോ ആവതുള്ള രണ്ടവന്മാരെ കൂടെ കൂട്ടണമെന്ന്. ഇല്ലെങ്കിൽ നിർത്തിക്കോ, ഇലക്ഷൻ കഴിയുന്നവരെ അടങ്ങിയിരുന്നോണം ഇതിനകത്ത്. ഇതിനകത്ത് അടച്ചിട്ടിരുന്ന ഈ പെണ്ണുങ്ങളുടെ വയലോട്ട് എവിടെ നിർത്തി വെച്ച് ഉരുട്ടി കൊടുക്കും ഞാൻ. ഇവിടം കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയാന്ന് അണ്ണൻ അന്വേഷിക്കാറുണ്ടോ ഇപ്പോ? നിങ്ങൾക്കിപ്പോ പാർട്ടിയും ഇലക്ഷനും ഭാര്യമാരും, ഞാനാരാ? വെറുതെ ഇങ്ങനെ ആർക്കും വേണ്ടാതെ ഒരു ബലമില്ലാതെ വഴിയെ പോണവനൊക്കെ കൈവയ്ക്കാൻ. കുറച്ച് കാശ് കൊടുത്തു വിടാം പഴനിയുടെ കയ്യില്. അയാള് എന്റെ പെണ്ണിനെ നോവിച്ചിട്ട് അവൻ കാളിപുരം വിട്ടു പോവില്ല. അവൻ ആരായാലും അന്വേഷിക്കുന്നുണ്ട്. ഇതേത് ഉണ്ടാവനാണോ ഇത് എഴുതിയത്? വായിച്ചിട്ടൊന്നും തലയിലോട്ട് കയറുന്നില്ലല്ലോ. അയ്യോ സാറേ, ഞാനാ എഴുതിയേ. കൊള്ളാം. ഇങ്ങനെയാണോ റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കുന്നത്? അത് പിന്നെ ബഹളം നടന്നതിൻ്റെ 3-ാം പക്കം മേളിലേക്ക് ഒരു റിപ്പോർട്ട് അയച്ചു കൊടുക്കണമെന്ന് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നിന്ന നിപ്പിൽ കണ്ടതും കേട്ടതും ഒരു ഓർമ്മ വെച്ചങ്ങ് എഴുതി കൊടുത്തു എന്നല്ലാതെ. അല്ല സാറിങ്ങ് പോകുന്നത് ഈ കേസിൻ്റെ വല്ലതും പണിഷ്മെന്റ് അടിച്ചു തന്നോളൂ. ഓ, പിന്നെ ഇത് അടുത്ത് നടന്നായോടൊന്ന് ഓടിച്ചു നോക്കിയതാ. എന്നാ പിന്നെ സാർ ഈ വായിച്ചതങ്ങ് മറന്നുകളാം. സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് അന്ന് ഈ ബഹളമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ തലേന്ന് രാത്രി ഒരു കോളേജ് വാദ്യാരെ നമ്മുടെ രാഘവൻ സാറ് വഴിയിലിട്ടങ്ങ് ചാർത്തി. എന്തിനാണെന്ന് ഒരു പിടുത്തമില്ല, പക്ഷെ വാദ്യാരുടെ കാറ്റുപോയി. എന്തായാലും അത് കഴിഞ്ഞ് സ്റ്റേഷനിലോട്ടുള്ള വരവിലാണെന്നാ എൻ്റെ ഒരു ഊഹം. ഈ രാഘവൻ സാറിനെ വഴിയിലിട്ടങ്ങ് തീർത്തു മാവോയിസ്റ്റുകൾ. എന്നാലും പറഞ്ഞു അതവരുടെ പണി കണ്ട അറിയാ സാറേ. ബുള്ളറ്റ് കൊണ്ട് കുളിപ്പിച്ച് കിടത്തിയിരിക്കുമല്ലായിരുന്നു. അവന്മാർ പഴയ കണക്ക് തീർത്തതാ സാറേ. സാർ അത് കണ്ടോ? പണ്ട് രാഘവൻ സാർ അവന്മാരുടെ കൂട്ടത്തിൽ 2 എണ്ണത്തിനെ ചുട്ടിട്ട് പിടിച്ചെടുത്ത് ഇവിടെ കൊണ്ട് തൂക്കിയതാ. അപ്പൊ ഈ രാഘവൻ കുന്നു എന്ന് പറയുന്ന ലെക്ചറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിൻ്റെ ഒരു കോപ്പി ഈ ഫയലിലുണ്ട് സാറേ. അവൻ്റെ ഉച്ചയ്ക്കിട്ട് നല്ല താങ്ങിയിട്ടുണ്ട്. ഹേമന്ത് തട്ടിച്ചത്തതാ. അതിനിടയ്ക്ക് മറ്റേ ഐജിയുടെ മോനും ആ പെണ്ണും വന്ന് പെട്ടതോ? ദൈവത്തിനറിയാ സാറേ. അതെ, നീ അത് അവിടെ വെച്ചിട്ട് പൊക്കോ. വൈഫ പവിഴ. എടോ, ഇതാ ഈ പ്രശ്നം ഉണ്ടാക്കിയ പിള്ളേരെ കോളേജ്? അത് നരസിംഹ മെമ്മോറിയൽ. ഓ, ബൊമ്മയിലെ പഴയ. അത് മൂപ്പരുടെ പാർട്ടിയുടെ വകയാ. ഇവിടെ വലിയ പിടിയാ. എന്നാ 3 ചെല്ലോ പോയി ഉണ്ട്. ഓ 3 എന്തോ തൻ്റെ വൈഫിനോടൊന്ന് ചോദിക്കണോ നാളെ തൊട്ട് എനിക്കിവിടെ തരുമെന്ന്.
എടോ ഉച്ചയ്ക്കുള്ള ഊണ് എനിക്കൂടെ തരുമോന്ന്? ഏർപ്പാടാക്കാം സാർ. കാളിപുരത്തും ബോർഡർ വില്ലേജസിലും അഗ്രികൾച്ചർ ഏരിയകളിൽ എൻഡോസൾഫാന്റെ ഉപയോഗം ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഡെമോൺസ്ട്രേഷൻ്റെ റിസൾട്ടായിട്ട് അന്ന് RDO ഇടപെട്ട് ഒരു പോസിറ്റീവ് ആക്ഷൻ എടുക്കാമെന്ന് വാക്ക് തന്നാണ്. ബട്ട് നത്തിങ് ഹാസ് ഹാപ്പൻ സോ ഫാർ. ഇന്ന് അവിടുത്തെ 237 കുടുംബങ്ങളിൽ 111 1-2 മെമ്പേഴ്സിന് വീതം ഡിസബിലിറ്റീസ് ഉണ്ട്. ഇതിൽ 70% കുട്ടികളാണ്. വേണ്ട സഹായങ്ങൾ ഇൻ ടേംസ് ഓഫ് മെഡിക്കേഷൻ, റെഗുലർ മെഡിക്കൽ ചെക്കപ്സ് ആൻഡ് മിനിമം സസ്റ്റൻസ്. ഇതിനെല്ലാം ഒരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്തിനും സ്ഥല MLAക്കും നമ്മൾ കൊടുത്തിരുന്ന റിക്വസ്റ്റ് ഹാസ് ഗോൺ ഇൻ വെയിൻ. മൂന്നാ സാർ. താൻ ആ പയ്യനോട് ഇങ്ങ് വരാൻ പറ. അല്ല സാർ, അതിപ്പോ എപ്പോ പോയി വിളിയിടും. ഇത് പിടിച്ചോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ബാക്കിയൊക്കെ മായ ബ്രീഫ് ചെയ്യും. താനാണോ ഈ ജഗൻ മേനോൻ? അതെ, എന്താ കാര്യം? ഒന്ന് സ്റ്റേഷൻ വരെ വരണം. പുതിയ സർക്കിളിലൊന്ന് കാണാനാ. പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് സ്റ്റേഷന്റെ പുറത്ത് വലിയ പ്രകടനമായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കാനാ. വാറണ്ടുണ്ടോ? വാറന്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാടാ. വാറങ്ങോട്ടോ. ഹേ മിസ്റ്റർ, ഇതൊരു കോളേജാണ്. ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ് ഹിം. ഓഹോ, എന്നാ പിന്നെ നിന്റെ ജഗൻ, തൊപ്പിടുന്ന കരുതി എന്ത് നേരത്തിനും വിളിച്ചു പറയും താൻ അല്ലടോ. വേണേ ഒരിടത്ത് വലിച്ചോടാ. തൊട്ട പൂശ വന്നിട്ടോ. സർ, നിങ്ങൾ എന്തിന്റെ ബേസിലാണ് എന്നെ കസ്റ്റഡിയിലെടുത്തത്? അന്ന് ഈ സ്റ്റേഷന്റെ പുറത്ത് കിടന്നത് ഇറ്റ് വാസ് ജസ്റ്റ് നിന്നെ പോക്കി അതിനൊന്നുമല്ല, മൂന്നിനെ തല്ലിയതിനാ. അത് പിന്നെ അയാൾ അയാ ആ വോയിസ്റ്റിലാണെന്നൊക്കെ നാട്ടുകാർ പറയും. പറ, നിങ്ങൾ എന്തിനാ ചെയ്ത്? ചോരത്തിളപ്പാ? അതുപോലെ വാശിയോ? അതുപോലെ മുൻവൈരൊക്കെ ഉണ്ടായിരുന്നു? സർ, ഫസ്റ്റ് ഓഫ് ഓൾ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഞാൻ സ്പോട്ടിലില്ല. ജേക്കബ് സാറിന്റെ റിലേറ്റീവ്സ് വന്നുകൊണ്ട് ഐ വാസ് അറ്റ് ദ ഹോസ്പിറ്റൽ വിത്ത് CA രാഘവനെ ജീവനോട് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അയാളെ കത്തിച്ചനെയാനും. ഓഹോ, പോലീസുകാർക്ക് പിന്നെ എന്തോ ആവല്ലോ. ഒരാളെ കൊന്നു കളഞ്ഞാൽ തലവരാനും. പ്രസംഗിക്കാതെ. ചോരത്തിളപ്പിന് നീയൊക്കെ ആ വാൻ കത്തിച്ചപ്പോ അത് ഈ പെട്ടുപോയത് CAയുടെ ബോഡി മാത്രമല്ല. സർ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. എന്നാ മനസ്സിലാക്കിത്താടാ. പിന്നെ ഇന്നെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അതൊരു വാറന്റ് ഇഷ്യൂ ചെയ്തിട്ട് റൂൾസും റെഗുലേഷൻസും ഒക്കെ എനിക്കറിയാം. വെറുതെ അങ്ങ് പേടിപ്പിക്കല്ലേ. പേടിപ്പിക്കട്ടാ തന്നെ, പേടിപ്പിക്കട്ടാ. എന്താണോ സാർ, ആ പയ്യനെ ഇറക്കാൻ ഒരു വക്കീൽ വന്നിട്ടുണ്ട്, കൂടെ കുറെ പിള്ളേരും. ഒരു വാറന്റ് പോലും ഇല്ലാതെയാ നമ്മള്. ആ കൊണ്ടുപോയിക്കളാം. വാടോ. വാറന്റുമായിട്ട് നിന്നെ വന്നൊന്ന് കാണുന്നുണ്ട് ഞാൻ. ആ വാനകത്ത് പെട്ടുപോയ 6 പോലീസുകാരുണ്ട്, പിന്നെ ഇവരും. ഇതിൽ ഈ പ്രിയയുടെ ഫോണിൽ നിന്ന് അവസാനത്തെ കോള് പോയിരിക്കുന്നത് നിന്റെ നമ്പറിലേക്കാണ്.